ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പാട്ട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കോഴികളെ അയച്ചു വിട്ടപ്പോൾ കോഴികൾ തമ്മിൽ വലിയൊരു കൊത്തുപിടിയാണ് നടക്കുന്നത്. പിടക്കോഴിയാണ് കേട്ടോ പൂങ്കോഴിയൊക്കെ കൊത്തി ഓടിക്കുന്നത്. ചൂടായതുകൊണ്ട് ഇവർ ഭയങ്കര കൊത്തുപിടിയാണ്. അപ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കാൻ, അതുപോലെ തന്നെ നമ്മൾ പുല്ല് വർഗ്ഗങ്ങളൊക്കെ നല്ല കൊടുക്കണം കേട്ടോ. പിന്നെ ഇലവർഗ്ഗങ്ങളൊക്കെ നല്ല കൊടുക്കുന്നത് നല്ലതാണ്. ചൂട് സമയമായതുകൊണ്ട് ഞാൻ ഒരുപാട് നേരമായിട്ട് കോഴികളെ ഇങ്ങനെ പുറത്തേക്ക് വിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. കാരണം അവിടെ വിട്ടുകൊണ്ട് പോരാൻ പറ്റില്ല. കാരണം പച്ച നെറ്റിലേക്ക് അയച്ചു വിടുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നായ്ക്കൾ അതുപോലെ തന്നെ പട്ടികളൊക്കെ പെട്ടെന്ന് വന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ചൂടുകാലത്ത് കോഴികൾക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ അതിനുള്ള മരുന്നുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോഴികളെ നമുക്ക് ജീവനോടെ തിരിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അതിനുള്ള നല്ല മരുന്നുകളൊക്കെ നമ്മളെ മെഡിക്കൽ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവരതിനനുസരിച്ചുള്ള മരുന്നുകളൊക്കെ തരും കേട്ടോ. എന്താ വെച്ചാൽ ഒരു കോഴികൾക്ക് ഒറ്റ കോഴിക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ അത് കൂട്ടത്തോടെ മറ്റു കോഴികൾക്കൊക്കെ പടർന്നു കഴിഞ്ഞാൽ നമ്മളെ കോഴികളൊക്കെ ചത്തുപോകും. അപ്പോൾ അത് തുടക്കത്തിലായി ചികിത്സ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ആ കോഴികളൊക്കെ നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ്. കോഴികൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുമ്പോഴത്തേനൊക്കെ കോഴികൾ കുഴഞ്ഞു പോകും. പിന്നീട് മരുന്നൊന്നും കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ അതിനുള്ള കറക്റ്റ് മരുന്നുകളൊക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പല ആളുകളും വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോകുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയ വീഡിയോകളൊന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലെ ചെറിയ വീഡിയോകളുമായിട്ട് വരാം. അതുവരെ നന്ദി, നമസ്കാരം.